ഹായ് ഓൾ, വെൽക്കം ടു ചോപ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹോം മെയ്ഡ് ജ്യൂസാണ്. ഇത് സമ്മർ സ്പെഷ്യൽ ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് മെനുവിൽ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫ്രഷ് ഗ്രീൻ ഗ്രേപ്പ് ജ്യൂസാണ്. ഇത് പച്ചമുന്തിരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കലോറി ലോ ആയതുകൊണ്ട് തന്നെ ഇത് വെയ്റ്റ് ലോസ് ജേണിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഡയബറ്റിക് ഉള്ളവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ഗ്രേപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അധികം മധുരമില്ലാത്ത ഗ്രേപ്സാണ്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, ചെറുനാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് പുതിനയുടെ ഇല, പിന്നെ ഗോൺ കത്തീര, പിന്നെ എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം, ഫെനൽ സീഡ്സ്, പിന്നെ ചിയ സീഡ്സ്, പിന്നെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് സോൾട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഗോൺ കത്തീര ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇത് ശരിക്കും ഓവർനൈറ്റാണ് സോക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു 3 to 4 hours ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സോക്ക് ചെയ്ത് വരും. അധികം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ചെറിയ പീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ബൗളിൽ നല്ല ജെല്ലി ആയിട്ടത് ഫോമായിട്ട് വരും. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കര നല്ലതാണ്. അത് ബോഡി കൂൾ ചെയ്യാനായാലും, സമ്മറിന് ഏത് ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാം. അതുമാത്രമല്ല, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇനി അടച്ചു വയ്ക്കാം. ഇനി അടുത്തത് ഞാൻ ചിയ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഞാൻ നോർമലി എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓവർനൈറ്റ് ഇത് സോക്ക് ചെയ്യാൻ വെക്കും. കാരണം ഞാൻ എൻ്റെ എല്ലാ ഡ്രിങ്ക്സിലും എന്ത് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അതിനകത്ത് ഇത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിയ സീഡിൽ വെള്ളം ഒഴിച്ചിട്ട് അതും സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിയ സീഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജ സീഡ്സും യൂസ് ചെയ്യാം. കാരണം അതാവുമ്പോൾ പെട്ടെന്ന് സോക്ക് ചെയ്ത് കിട്ടും. പക്ഷേ ഞാൻ വെയ്റ്റ് ലോസിൻ്റെ ഇതും കൂടിയിട്ട് നോക്കണോണ്ടാണ് ഞാൻ ഈ ചിയ സീഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രേപ്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ഗ്രേപ്സ് എല്ലാം ഒരു വലിയ ബൗളിലേക്ക് ഇടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ഞാൻ ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടത് വെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഒന്നും കൂടെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തതാണ്. 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേപ്സ് എല്ലാം സ്മൂത്തി മേക്കറിൻ്റെ ബോട്ടിലിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ 4-5 പുതിനയുടെ ഇലയും ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുക. നമ്മളിതിൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ, പൾപ്പ് എടുക്കുന്നില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗോൺ കത്തീര സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നല്ലൊരു ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്.
ഇത് മുമ്പ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിയ സീഡ്സ് ആണ്. ചിയ സീഡ് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അരിച്ചു വെച്ചിട്ടുള്ള ജ്യൂസിലേക്ക് ഗോണ്ട് കത്തീര ആഡ് ചെയ്യാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിയ സീഡ് ആഡ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ബ്ലാക്ക് സോൾട്ട് കൂടെ ആഡ് ചെയ്യാണ്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് അതിൻ്റെ സൈഡിൽ ഒരു ലെമൺ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇത് നമ്മളുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ആക്കി കൊടുക്കുകയാണ്, ഒന്ന് റൗണ്ട് ചെയ്തിട്ട്. ഇനി ജ്യൂസ് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഗോണ്ട് കത്തീരയും പിന്നെ ചിയ സീഡൊക്കെ അടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തിൽ ഓരോ ഗ്രേപ്സും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ഹോം മെയ്ഡ് ഗ്രേപ്പ് ജ്യൂസ്, സമ്മർ സ്പെഷ്യൽ ഹെൽത്തി ഡ്രിങ്ക്സും വെയ്റ്റ് ലോസ് ജേർണിയിൽ ഏറ്റവും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫ്രഷ് ഹോം മെയ്ഡ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. Thanks for watching.